നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരാഴ്ചക്കകം കണ്ണ് അല്ല, കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടുന്ന ചീരക്കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. മാഡം, ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ? സ്ഥിരം ചേർക്കുന്ന ചേരുവകൾക്ക് പുറമെ ഞാനൊരു പ്രത്യേക ഐറ്റം കൂടി അതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറയൂ മാഡം, ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ? മാഡവും സാറും ഏത് ഐറ്റം പറഞ്ഞാലും അതിന്റെ കൂടെ എന്റെ ഒരു പൊടിക്കൈ കൂടി ഞാൻ ചേർക്കും. നീ ഒന്നും ചേർക്കാൻ വേണ്ട, ഒന്നും ഉണ്ടാക്കാൻ വേണ്ട. ഓ, ഞങ്ങളൊന്ന് വെറുതെ വിട്ടാ മതി. മേലിൽ നിന്റെ കയ്യിൽ നിന്ന് പച്ചവെള്ളം പോലും ഞങ്ങൾ കുടിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കാൻ വേണ്ട. അയ്യോ, അങ്ങനെ പറയില്ല മാഡം. ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ നിന്റെ പാട് നോക്കി പോയേ. അങ്ങനെ വാശി പിടിക്കല്ലേ മാഡം. വാശി ഇപ്പൊ നിനക്കാണല്ലോ നിധി. വെച്ചുളമ്പിയെ പറ്റുമെന്ന് നീ എന്തിനാ ഇങ്ങനെ കടപ്പെടുത്ത് കാണിക്കുന്നത്? എന്താ ഗൗതം ഇത്? ഇവര് നമ്മുടെ അതിഥികളല്ലേ, അതുകൊണ്ടാ ഞാൻ. അതിഥികളുടെ കാര്യം നോക്കാൻ അതിഥികൾക്കറിയാം. നീ കൂടുതൽ ഇനി സൽക്കരിക്കണ്ട. ജ്യോതിക്ക് ഇത് എന്താ പറ്റിയത്? പെട്ടെന്നെന്താ ഇങ്ങനൊരു മനംമാറ്റം? ഒന്നുമില്ല വസുന്ധരെ, തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട, അത്രേ ഉള്ളൂ. ജ്യോതി, നിധി നമ്മുടെ സെർവന്റാണിപ്പോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി നിധിയുടേതല്ലേ. ഞാൻ പറയുന്നത് മാത്രം സീക്കിപ്പ കേട്ടാ മതി. പറഞ്ഞത് കേട്ടല്ലോ, മേലിൽ കുക്കിംഗ് എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് കേറി പോകരുത് നീ. അയ്യോ, അപ്പൊ പിന്നെ സാറും മാഡവും എന്ത് കഴിക്കും? ആരെങ്കിലും വെച്ചുണ്ടാക്കി തരാൻ വേണ്ടേ? ഓഹോ, നീ കുക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായി പോകുന്നാണോ നിന്റെ വിചാരം? ദേ, ഞങ്ങളുടെ മകൾ ശിവാനിയുണ്ട്. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ശിവാനി ഉണ്ടാക്കി തരും. മോളെ ശിവാനി, ഇനി മുതൽ നീ വേണം ഞങ്ങൾക്ക് ചായയും കോഫിയും ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ഉണ്ടാക്കി തരാൻ. കേട്ടല്ലോ? ഞാനോ? ജ്യോതിർമയി മേഡം പറഞ്ഞു കേട്ടില്ലേ? നീ തന്നെ കുക്ക് ചെയ്താ മതി. ശിവാനി മോളെ, ഞങ്ങൾക്ക് വേണ്ടി നീ കുക്ക് ചെയ്യില്ലേ? ആ, കണ്ടോ, കണ്ടുപിടിക്കും. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇനി നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കേ ശിവാനി മോളുണ്ട്. ഈ മോള് മതി ഞങ്ങൾക്ക്. സീക്കേ, വാ പോകാം. മാറി ഇങ്ങോട്ട്. അല്ല, ആക്ച്വലി എന്താ സംഭവിച്ചത്? അവരെന്താ കോഫി വേണ്ടെന്ന് പറഞ്ഞ്? അല്ല ശിവാനി, നിനക്കെന്തെങ്കിലും അറിയോ? ആർക്കറിയാം? എന്റെ സങ്കടം അതല്ല. മാഡത്തിനും സാറിനും വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ കോഫിയല്ലേ. ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും? ശിവാനി, നീ ഈ കോഫി എടുത്ത് കുടിക്കേ. അയ്യോ, എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ. ആന്റി, ആന്റിക്ക് വേണോ? ഈ കോഫി കുടിക്കാനുള്ള ഭാഗ്യം ആർക്കും ഇല്ല. എങ്കിൽ പിന്നെ നമുക്ക് കുടിച്ചാലോ ഗൗതം? അല്ല നിധി, അവിടെ എന്താ ഈ കോഫി കുടിക്കാത്തത്? ജ്യോതിർമയി ആണല്ലോ കുടിക്കാൻ സമ്മതിക്കാത്തതും. അത് വേറൊരു കഥ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം ഗൗതം ഈ കോഫി പെട്ടെന്ന് കുടിക്കും. എന്തീ കാണിക്കുന്ന? വിഷം കലർത്തി കോഫി അവള് തന്നെ കുടിക്കുന്നു. ഗൗതമിനും കൊടുത്തല്ലോ. നീ പറഞ്ഞ കറക്റ്റാ. നല്ല ടേസ്റ്റ്. സ്പെഷ്യലായിട്ട് ഇതിൽ എന്തോ ചേർത്തിട്ടുണ്ടല്ലോ. വേറെ സ്പെഷ്യൽ ഒന്നുമില്ല. പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടം പൊടിച്ചതും തേനുവാ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതാണ് ഇത്രയും ടേസ്റ്റ്. തന്നപ്പോഴേ കുടിക്കണമായിരുന്നു. ഇനി വാവളി ചെന്നിട്ട് ഒരു കാര്യമില്ല. വിഷോന്ന് പറഞ്ഞ് ഇവള് ചേർത്തത് കൽക്കണ്ടവും തേനുമായിരുന്നല്ലേ. എന്നെ പ്ലാൻ ചെയ്ത് കുഴിയിൽ കൊണ്ട് ചാടിച്ചതാ. ദൈവമേ, ഇനി അങ്ങളുടെ ആന്റിക്ക് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ. അത്യാവശ്യമായിട്ട് കോഫി വേണമെന്ന് പറഞ്ഞത് നീയാ. നിധി കോഫി ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ കൊണ്ടുവന്നപ്പോ അതേ നീ തന്നെ പറയുന്നു കോഫി കുടിക്കണ്ടെന്ന്. എന്നെയും കുടിക്കാൻ സമ്മതിച്ചില്ല. എന്താ ജ്യോതി പറ്റിയേ? ആ കോഫി കുടിച്ചില്ലേൽ കുടിച്ചില്ലെന്നല്ലേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. നീ എന്താ അങ്ങനെ പറഞ്ഞത്?
ആ കോഫിയില് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. വിഷോ? അതേനെ, നിധിയുടെ പ്ലാനിംഗ് ആയിരുന്നു. കോഫിയിൽ വിഷം ചേർത്ത് തരാനുള്ള പ്ലാനിംഗ്. അവളത് ചെയ്യുകയും ചെയ്തു. സത്യമാണോ ജ്യോതി? അതേ സിക്കെ, അവള് കോഫിയിൽ വിഷം ചേർക്കുന്നത് കണ്ടിട്ട് ശിവാനി എന്നെ ഫോൺ വിളിച്ചറിയിച്ചത്. ഹോ, അതെങ്ങാനും കുടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഒരാഴ്ചക്കകം നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ എന്താകുമായിരുന്നു. നല്ല സമയത്തിനാ ശിവാനി എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. ഓ, അല്ലെങ്കിൽ എന്താകുമായിരുന്നു. ആ നിധിക്ക് അത്രയ്ക്ക് അഹങ്കാരോ? നിനക്കിത് അവിടെ വെച്ച് തന്നെ പറയായിരുന്നില്ലേ? അവളുടെ അഹങ്കാരം ഞാൻ മാറ്റി കൊടുത്തേനല്ലോ. അവിടെ വെച്ച് ഞാൻ പറഞ്ഞ അവള് വിജയിച്ചതുപോലെ ആകും. ചെറുതാകുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. എന്തായാലും ആ സ്പോട്ടിൽ തന്നെ അവളോട് ചോദിക്കേണ്ടതായിരുന്നു. വിടില്ല, ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. എന്താ സീക്കെ ഇത്? ചോദിക്കാനും പ്രശ്നം ഉണ്ടാക്കാനോ ആണെങ്കിൽ അത് അവിടെ വെച്ച് എനിക്ക് തന്നെ ആകാമായിരുന്നല്ലോ. നമ്മുടെ ലക്ഷ്യം ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതിലാവരുത്. എല്ലാ അർത്ഥത്തിലും ഗൗതമിനെ തോൽപ്പിച്ച് തെരുവിലിറക്കുന്നതിലായിരിക്കണം. അതിനാ നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചത് നടക്കണം. അതിനൊന്ന് സമാധാനമായിട്ടിരിക്കെ. സീക്കയ്ക്ക് എന്താ വേണ്ടത്? നിധി ഈ ചെയ്തതിന് തിരിച്ചൊരു പണി കൊടുക്കണം, അല്ലേ? ഞാൻ നോക്കിക്കോളാം ആ കാര്യം. സീക്കയുടെ കോൺട്രിബ്യൂഷൻ ഗൗതമിനെ തകർക്കുന്നതിന് മാത്രം മതി. ജ്യോതി, ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിധി തരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വലിയ ആദ്യത്തെ മര്യാദയോടെ CKCക്കും ജ്യോതിർമയ്ക്കും നീ കോഫി കൊടുക്കാൻ വന്നപ്പോഴേ എനിക്കൊരു സംശയം ഉള്ളിൽ തോന്നിയതാ. പിന്നെ ഞാൻ ആ ഒഴുക്കിനൊത്തങ്ങ് നീന്തിന്നേ ഉള്ളൂ. CKCയോട് കോഫി കുടിക്കരുതെന്ന് ജ്യോതിർമയി തീർത്തു പറഞ്ഞപ്പോ എനിക്ക് അപകടം മണത്തു. ഇപ്പോഴല്ലേ അതിന്റെ ഒരു വമ്പൻ ടിസ്റ്റ് പിടികിട്ടിയത്. എന്തായാലും നിന്നെ സെർവന്റാക്കി ഫുൾ ടൈം അടുക്കളയിൽ തളച്ചിടാനുള്ള ജ്യോതിർമയുടെ ആഗ്രഹം നീ കൃത്യമായിട്ട് പൊളിച്ചടക്കി. സൂപ്പറായിട്ടുണ്ട്. ജ്യോതിർമയും CKCയും ഹാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ? അതുപോരെ ഗൗതം, എന്നേക്കുമായി, അതും എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇതേപോലെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വിടണം.